സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ LDFും UDFും NDAയും സീറ്റ് വിഭജന ചർച്ചകളുടെ അന്തിമഘട്ടത്തിലേക്ക്. സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മുന്നണികളിലും കാലുമാറ്റവും വിമതരും പ്രത്യക്ഷപ്പെട്ടതോടെ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതായി അവരുടെ മുഖ്യ അജണ്ട. ഇക്കുറി 3 മുന്നണികളും വിജയിച്ചേ തീരൂ എന്ന നിലപാടിലാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അളവുകോലായാണ് തെരഞ്ഞെടുപ്പിനെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ ഭരണം നേടാനാണ് 3 മുന്നണികളുടെയും ശ്രമം. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസും UDFും പല സ്ഥലത്തും വിമത ഭീഷണിയിലാണ്. ഇടതുപക്ഷത്ത് CPMലും CPIയിലും NDAയിൽ BJPയിലും ഇതുതന്നെയാണ് സ്ഥിതി. പല പാർട്ടികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറ്റം തകൃതിയായി നടക്കുന്നു. ആം ആദ്മിയും 2020യും തങ്ങളുടെ ശക്തി തെളിയിക്കാൻ രംഗത്തുണ്ട്. ഈ മാസം 14-ന് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. 21 മുതൽ നാമനിർദ്ദേശ പത്രികകൾ നൽകാം. അതായത് ഒരാഴ്ചയ്ക്കകം പ്രശ്നങ്ങളെല്ലാം തീർത്ത് രാഷ്ട്രീയ അംഗത്തിന് തുടക്കമാകും. കാലാവധി കഴിഞ്ഞ സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളിൽ ബഹുഭൂരിപക്ഷവും ഇടതു ഭരണത്തിലായിരുന്നു. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 ഇടതു ഭരണമായിരുന്നു. UDF ഭരണമുണ്ടായിരുന്നത് എറണാകുളം, വയനാട്, മലപ്പുറം ജില്ലകളിൽ മാത്രമാണ്. ഈ ചിത്രം മാറ്റിവരയ്ക്കാനാണ് UDF ശ്രമം. സംസ്ഥാനത്ത് ആകെയുള്ള 6 കോർപ്പറേഷനുകളിൽ 5 ഇടതു ഭരണമായിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം കോർപ്പറേഷനുകൾ LDF ആണ് ഭരിച്ചത്. കണ്ണൂരിൽ മാത്രമാണ് UDF ഭരണമുണ്ടായിരുന്നത്, അതും നേരിയ ഭൂരിപക്ഷത്തിൽ. തിരുവനന്തപുരത്തും തൃശൂരിലും BJP ശുഭപ്രതീക്ഷ പുലർത്തുന്നു. എന്നാൽ അത് അസ്ഥാനത്താണെന്ന് LDFും UDFും പറയുന്നു. സംസ്ഥാനത്തെ ആകെയുള്ള 87 നഗരസഭകളിൽ 44 ഇടതുമുന്നണിയാണ് ഭരിച്ചത്. 41 നഗരസഭകളിലാണ് UDF ഭരണമുണ്ടായിരുന്നത്. പാലക്കാടും പന്തളത്തും BJPയാണ് ഭരിച്ചത്. ആകെയുള്ള 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 113 ഇടതുമുന്നണിയായിരുന്നു. 38 ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് UDF ഭരണമുണ്ടായിരുന്നത്. ആകെ 941 ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളതിൽ 571 സ്ഥലങ്ങളിൽ ഭരിച്ചത് ഇടതുമുന്നണിയായിരുന്നു. 351 പഞ്ചായത്തുകളിലായിരുന്നു UDF ഭരണം. 12 പഞ്ചായത്തുകളിലെ BJP നേതൃത്വത്തിലുള്ള NDA ഭരണമുണ്ടായിരുന്നുള്ളൂ. 7 പഞ്ചായത്തുകളിൽ സ്വതന്ത്രരും മറ്റുമാണ് ഭരിച്ചത്. ഡിസംബർ ആദ്യം 2 ഘട്ടങ്ങളിലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലും, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-ന് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലുമായി നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ.